ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൽ നിന്നല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ നിന്നുണ്ടായ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ് ഒരു പുതിയതായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് നാട് വിട്ട് മാറി നിൽക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് കേട്ടിരിക്കാൻ എന്തായാലും ഉപകാരപ്പെടും. ഇതിൽ പുതിയൊരു സ്ഥലം ഒന്ന് എടുത്ത് പറയാൻ കാര്യം, നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് മാറുമ്പോഴാണ് അവിടെ പുതിയ ഫ്രണ്ട്സും പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ മിങ്കിളാന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ന്യൂ സർക്കിളോട്ട് ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ക്ലോസ് ആവുന്ന ഫ്രണ്ട്സ് ഒന്നിൽ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഫ്രണ്ട്സ്. ക്ലോസ് ആയ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങും. ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാളടുത്ത് ഷെയർ ചെയ്യരുത്. അതിപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ശരി. എടുത്തു പറയാൻ കാര്യം, ഇങ്ങനൊരു പ്രശ്നം പറയുമ്പോഴത്തേക്കും ദേ വിൽ ഓൾവേസ് സപ്പോർട്ട് ദ വൺ ഹൂ ദേ ക്ലോസ് ടു. പക്ഷെ ഞങ്ങളൊരു പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച രണ്ടുപേരെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ് ബ്ലസ്സി ചേട്ടനും ചേച്ചി. വി വിൽ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ദം. സോ ഗൈസ്, ടാറ്റാ.